യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ നാഗാലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. നാഗാലാൻഡിന്റെ ഒരു അതിർത്തി പ്രദേശത്താണ് ഞങ്ങളുടെ ട്രെയിൻ ലാസ്റ്റ് സ്റ്റോപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ വാഹനത്തിൽ യാത്ര തുടരുകയാണ്. ഞങ്ങൾ എത്തിച്ചേരേണ്ട ഹൗസിലുള്ള വാഹനം ഞങ്ങൾക്കായി എത്തിച്ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ ആ വാഹനത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. കേരളം ഒരു 20 വർഷം മുമ്പ് എങ്ങനെയായിരുന്നോ കിടന്നിരുന്നത്, ആ ദുരവസ്ഥയിലാണ് ഇവിടുത്തെ റോഡുകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് അനുഭവപ്പെട്ടത്. കുണ്ടും കുഴിയും നിറഞ്ഞിരിക്കുന്ന വലിയ റോഡുകൾ. ആ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പോലും ഞാൻ ഇമവെട്ടാതെ നോക്കിയിരിക്കുകയാണ്. രാത്രി മുഴുവനും ട്രെയിനിലായിരുന്നു. അതിൻ്റെതായ ഒരു ക്ഷീണം ഞങ്ങളുടെ ശരീരത്തിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. വീണ്ടും കുണ്ടും കുഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെയൊക്കെ ശരീരത്തിന്റെ അവസ്ഥ എന്താകും എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു, ആശങ്കയും ഉണ്ടായിരുന്നു. എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിൽ പോലും ഈ ഒരു നാഗാലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുവാൻ സാധിച്ചല്ലോ, ഇവിടെ നിന്ന് കാലുകുത്തുവാൻ സാധിച്ചല്ലോ, ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ആയിരുന്നത്. ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു വൈവാണ് നമുക്ക് ഈ ഒരു പ്രദേശത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചുറ്റുപാടും കാണുവാൻ സാധിക്കുന്നത്. കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ ടൗണിൽ എത്തിച്ചേരും എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വൈദികർ വർഷങ്ങളായിട്ട് ഈ ഒരു സ്ഥലത്ത് സേവനം ചെയ്തു വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളെല്ലാം അവർക്ക് സുപരിചിതമാണ്. ഞങ്ങൾ ഇപ്പോൾ ടൗണിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിന്റെ ഒരു സിറ്റി കേന്ദ്രം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുവാൻ സാധിക്കും. സിറ്റി ആണെങ്കിൽ പോലും അധിക ഡെവലപ്മെന്റോ കാര്യങ്ങളോ ഒന്നും എത്തിച്ചേർന്നിട്ടില്ല. വികസനം എത്തിച്ചേരുന്നതേയുള്ളൂ. എങ്കിൽ പോലും ആ ഒരു സിറ്റി കാഴ്ചകൾ എന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചിത്രീകരണം വിൻഡോ സൈഡിൽ ഇരുന്നുകൊണ്ട് ഞാൻ നടത്തുവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ ഞാൻ കടന്നുപോയ ആ സിറ്റി എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം പിന്നീട് ഓർമ്മിക്കുവാനും ഇത് വഴിതെളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.